During my vacation, I had a deep conversation between some of my neighbors because their kids are going to appearing for NEET 2025. And their kids come to my home and asked me about tricks to crack NEET 2025, and I told them about some of my point of view to them. And I think you should need to know about what are the criteria, what are the tricks to crack NEET 2025. So hey, hello and welcome back to my channel. My name is Manavi and I'm a final prof BMS student. Today in this video I tell you about some of the things which every NEET aspirants should follow. സോ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് അവരാരും കോൺഫിഡൻ്റ് അല്ലായിരുന്നു. അതായത് കാരണം ഒരുപാട് കുട്ടികൾ എഴുതുന്ന ഒരു രാജ്യത്തൊട്ടാകെ ഒരു ഉത്സവം പോലെ കാണപ്പെടുന്ന ഒരു എക്സാമാണ്, വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാംസിൽ ഒന്ന് തന്നെയാണ് NEET 2025. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് തന്നെ ഭയങ്കര കുറച്ച് എന്താ പറയുക, കുറച്ച് കഷ്ടപ്പെട്ട കാര്യമാണ്. കാരണം ആ കട്ട് ഓഫ് ഡിപ്പെൻഡ് ചെയ്യുന്നിരിക്കുന്നത് എത്ര സ്റ്റുഡൻസ് എക്സാം എഴുതുന്നു, അതുപോലെ തന്നെ എത്ര സീറ്റുകൾ അവൈലബിൾ ആണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിഫിക്കൽട്ടി ലെവലാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ബിലീവ് ഇൻ യുവർ സെൽഫ്. ബിലീവ് ഇൻ യുവർ സെൽഫ് എന്ന് പറയുന്നതിന് കാരണം എന്ന് വെച്ചാൽ, അതായത് നീറ്റ് ഒരു വലിയ എക്സാമാണ്. നമ്മൾ ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ എടുത്തിട്ടാണ് ഈ ഒരു എക്സാം എഴുതുന്നത്. കാരണം ഇതിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിലും സിലബസ് ആണെങ്കിലും അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം NCERT അതൊരു ബൈബിളായിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതിന് each and every single point of that NCERT, if you learn everything every day, you will become easier. You doesn't feel it's very difficult. So നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളെ തന്നെ വിശ്വസിക്കുക. കാരണം ഇപ്പോൾ ഒരു സർജറി ചെയ്യുന്ന ഒരു സർജനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രഷറിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മിനിമലിസ്റ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് നമ്മൾ ഇപ്പോൾ ഒരു നീറ്റ് എഴുതുന്നതിന് മുമ്പ് അനുഭവിക്കുന്നത്. സോ ആ സമയത്ത് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെങ്കിൽ ഇപ്പോൾ ഇത് നമ്മൾ ചെറുതായിട്ടെങ്കിലും അനുഭവിച്ചേ പറ്റുള്ളൂ. പിന്നെ NCERT ഇപ്പോൾ ബയോളജി എടുക്കുകയാണെങ്കിൽ ബയോളജിയിലെ ഈച്ച് ആൻഡ് എവറി സിംഗിൾ ലൈൻ ഷുഡ് ലേൺ, ബിക്കോസ് അതിനകത്ത് നിന്ന് മാത്രമേ ആൻസർ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുള്ളൂ. നമുക്ക് തന്നെ പെട്ടെന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇത് ആ പേജിൽ ഇത്രാമത്തെ വരിയിൽ കിടന്നതാണല്ലോ, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് കൂടുതൽ കോൺഫിഡൻ്റ് ആവും. അതായത് മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടെ നമ്മൾ തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് എടുക്കും. ബിക്കോസ് ഞാനൊരു ഡോക്ടർ ആവണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ എക്സാം എനിക്കുള്ളതാണ്, ഐ വിൽ വിൻ, അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് പറ്റൂ. ഇതെനിക്ക് വേണ്ടിയുള്ള എക്സാമാണ്, ഐ വിൽ ക്രാക്ക് ദിസ് ഇൻ ദിസ് ഇയർ. So next one is the reality of your situation. Because നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നവരായിരിക്കാം, അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ട് പഠിക്കുന്നവരായിരിക്കാം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചിലർ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, +1 മൊത്തം പോയി, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, അവിടുത്തെ കുറേ കാര്യങ്ങൾ ഞാൻ മറന്നുപോയി, ഇപ്പോൾ നീറ്റിനോട് അടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് എന്തൊക്കെയോ ഉൾവിളികളൊക്കെ ഉണ്ടായത്, എനിക്കിത് ക്രാക്ക് ചെയ്തേ പറ്റും, അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ നമ്മുടെ റിയാലിറ്റി നമ്മൾ തിരിച്ചറിയുക. ചിലപ്പോൾ നിങ്ങൾ മോക്ക് ടെസ്റ്റിലൊന്നും അധികം സ്കോർ ചെയ്യാത്ത ആളായിരിക്കാം, ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അഥവാ ഇങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല, നിങ്ങൾക്ക് കുറേ പോർഷൻസ് എല്ലാം നിങ്ങളുടെ വീക്കർ ഏരിയാസ് ആണ്, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ്, കൂടെയുള്ള ഫ്രണ്ട്സ് നിങ്ങളെക്കാൾ കൂടുതൽ സ്കോർ ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ അതായത് വീക്ക്ലി എക്സാംസിൻ്റെ സ്കോർ എല്ലാം വളരെ കുറവായിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ വീക്കർ പോയിന്റ്സ് എവിടെയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതിനുശേഷം അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം. പക്ഷേ ഇപ്പോൾ നമുക്ക് ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് എടുക്കുമ്പോഴത്തേക്കും ആ ചാപ്റ്ററിൻ്റെ ഏത് പോർഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഏതിനാണ് വെയിറ്റേജ് കൂടുതലുള്ളത് എന്ന് നോക്കി പഠിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ അതായത് വീക്കർ ഏരിയാസ് സ്ട്രോങ്ങർ ആക്കിയാൽ മാത്രമേ നമുക്കിത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഓവർ കോൺഫിഡൻസ് ആണ്. നമുക്ക് ചിലപ്പോൾ ഓവർ കോൺഫിഡൻസ് കാരണം ചിലപ്പോൾ അത് അനുകൂലമാവാം, അല്ലെങ്കിൽ ചില സമയത്ത് ബ്ലെസ്സിങ് ആൻഡ് ഡിസ്ഗൈസ് എന്ന് പറയുന്ന പോലെ അത് കുഴപ്പത്തിലേക്കും കൊണ്ട് നമ്മളെ നയിക്കാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഒന്നും പഠിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആലോചിക്കേണ്ട ഒരു ചെറിയ കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒന്നും പഠിച്ചില്ല എന്ന് പറയുമ്പോൾ പോലും നമ്മൾ ആ സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ മാറ്ററിനെ കുറിച്ച് കുറച്ചെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ഓവർ കോൺഫിഡൻസ് വെച്ചിട്ട് ഓക്കെ ഒറ്റത്തവണ കേട്ടാലൊക്കെ എനിക്ക് മനസ്സിലാവും, ഇത് ഒരു ഇയർ എൻഡിങ് വരെ എനിക്ക് ഓർമ്മയിലുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തെന്ന് വെച്ചാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇവരോട് ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ആൻസർ പറയാൻ പറ്റണമെന്നില്ല. ഓക്കെ, എനിക്കറിയാവുന്ന എൻ്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഒരാൾ ക്ലാസ്സിൽ ടോപ്പർ തന്നെയായിരുന്നു. അപ്പം റിസൾട്ട് വരുമ്പോഴത്തേക്കും ആ വ്യക്തിക്ക് എന്തായാലും MBBS ഒരു സീറ്റ് ഉണ്ടായിരിക്കും എന്ന് തന്നെ എൻ്റെ ക്ലാസ്സും വിശ്വസിച്ചിരുന്നു. പക്ഷേ ഈ സംഭവം നടന്നതെന്ന് വെച്ചാൽ എക്സാമിൻ്റെ ടൈമിൽ നീറ്റ് എക്സാം നമുക്ക് OMR ഷീറ്റിൽ ബബ്ലിംഗ് ആണല്ലോ. അപ്പോൾ എക്സാമിൻ്റെ ടൈമിൽ ഇയാൾക്ക് മിക്കവാറും എല്ലാ ആൻസറും അറിയാമായിരുന്നു. പക്ഷേ ബൈ മിസ്റ്റേക്ക് ബബിൾ ചെയ്ത കോളം മാറിപ്പോയി.
ആദ്യം ബയോളജി എന്നാണ് തുടങ്ങിയത്, പിന്നെ ബബിൾ ചെയ്ത കോളം മാറിപ്പോയി. അപ്പോൾ അത് കാരണം ഫുൾ ആൻസർ തെറ്റിപ്പോയി, റോങ് ആയിട്ടാണ് മാർക്ക് ചെയ്തത്. അത് കാരണം ആ വർഷത്തെ സീറ്റ് ആ വ്യക്തിക്ക് നഷ്ടമായി. അപ്പോൾ നമുക്ക് ഓവർ കോൺഫിഡൻസ് കൊണ്ടും ചില അബദ്ധങ്ങളും സംഭവിക്കാം. നെക്സ്റ്റ് തിങ് ഇസ് ഡു നോട്ട് ലോസ് യുവർ കൈനറ്റിക് എനർജി. ബിക്കോസ് നമ്മളിപ്പോൾ +2 എക്സാം കഴിഞ്ഞിട്ട് നിൽക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തായാലും 1 മാസം അല്ലെങ്കിൽ 2 മാസം നമുക്ക് നീറ്റിന് വേണ്ടി കിട്ടുമല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ചിലർ 1 വർഷത്തെ കോഴ്സ് നീറ്റിന് പഠിക്കാൻ പോയിരിക്കുകയായിരിക്കും. അപ്പോൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നീറ്റ് എക്സാം വേണ്ടി അപ്പിയർ ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷേ അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മൾ ഇപ്പോൾ ബ്രേക്ക് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മെമ്മറിയിൽ നിന്നും മാഞ്ഞു പോകും. അപ്പോൾ ഒരു കൺസിസ്റ്റൻസി നിലനിർത്തിയിട്ടില്ലെങ്കിൽ അത് നിങ്ങളെ തന്നെ ഈവൻ ബാഡായിട്ട് ബാധിക്കും. അപ്പോൾ അങ്ങനെ കൺസിസ്റ്റൻസി നിലനിർത്തിയില്ലെങ്കിൽ അത് നിങ്ങളെ തന്നെ മോശം രീതിയിലേക്ക് അഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് തിങ് ഇസ് നോട്ട് യുവർ മിസ്റ്റേക്സ്. ബിക്കോസ് note down your mistakes. That is the next thing. Because NEET is a competitive exam. You need to give a lot of mock test first of all. Because you need to study a lot. Every weekend you need to give a mock test because it helps you a lot. ഈ ഒരു അതായത് നീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ വീക്കർ ഏരിയ എവിടെയാണെന്ന്. അതുപോലെ നമ്മളെ അതിനുശേഷം ഒരു പേപ്പർ സോൾവ് ചെയ്തതിന് ശേഷം ആൻസർ ചെയ്തതിന് ശേഷം അത് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും എത്ര നെഗറ്റീവ് മാർക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഏതൊക്കെ പോർഷൻസ് ആണ് ഞാൻ എവിടെയൊക്കെയാണ് തെറ്റ് വരുത്തിയിട്ടുള്ളത് എന്നും മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് അതെല്ലാം കൂടി ഒരു ബുക്കിൽ മാർക്ക് ചെയ്ത് വെക്കുക. അങ്ങനെ ഒരു 10-20 മോക്ക് ടെസ്റ്റ് കഴിയുമ്പോൾ തന്നെ വീണ്ടും നമ്മുടെ മിസ്റ്റേക്ക് ബുക്ക് നമ്മൾ എവിടെയാണോ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടും. ഇതിനെ കുറച്ചുകൂടെ ബെറ്റർ എങ്ങനെ ആക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാം. ഇപ്പോൾ എന്തിലെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ അല്ലെങ്കിൽ ഇനേർഷ്യയെക്കുറിച്ചോ മൊമെൻറ്റത്തിനെ കുറിച്ചോ ഏതെങ്കിലും ഒരു പോർഷനിൽ ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പോർഷനെ കുറിച്ചോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാതിരുന്ന ആ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻസിനെ കുറിച്ചോ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ സീനിയേഴ്സിനോടോ ആരുടെ വേണമെങ്കിലും ചോദിക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ മിസ്റ്റേക്സിനെ കവർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഇസ് ടൈം മാനേജ്മെൻറ്റ് ആൻഡ് സെൽഫ് സ്റ്റഡി. അക്കോർഡിംഗ് ടു മീ എനിക്ക് സെൽഫ് സ്റ്റഡിയാണ് ഇഷ്ടം. അതായത് ഒറ്റയ്ക്കിരുന്ന് പഠിക്കുക. നമുക്ക് കിട്ടുന്നത് ആകെ 3 മണിക്കൂറായിരിക്കും എൻട്രൻസിന് കിട്ടുന്ന ആ ഒരു ടൈം. അപ്പോൾ ഇതിൽ അതായത് 720 മാർക്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സാം എഴുതുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിനും നമുക്ക് 1 മിനിറ്റ് മാത്രമാണ് ആലോചിക്കാൻ കിട്ടുന്നത്. അതിന് നമ്മൾ ടൈം മാനേജ്മെൻറ്റ് ചെയ്ത് പഠിച്ചേ പറ്റും. എനിക്കിങ്ങനെ ഗ്രൂപ്പായിട്ടിരുന്ന് പഠിക്കുന്നത് അതെനിക്ക് തലയിൽ കയറാത്ത കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് പഠിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ടുള്ള. വേണമെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഒരുപാട് സിലബസ് വൈസ് ഏതാണ് സ്ട്രോങ്ങർ ഏരിയ ഏതാണ് വീക്കർ ഏരിയ അത് എവിടെയാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. അതിനനുസരിച്ച് ടൈം മാനേജ് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് വൺ ഈസ് നോ ടു എക്സ്ക്യൂസസ്. ബിക്കോസ് നമ്മളിപ്പോൾ എക്സാം നീറ്റ് എന്ന് പറയുന്നത് ഒരു വാർ പോലെ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് മേജറായിട്ട് നമ്മളെ എതിരാളികൾ എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെയാണ്. അപ്പോൾ ഇവരെ തോൽപ്പിക്കുക, നമ്മൾ വിജയിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമ്മൾ ഈ എക്സാമിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 10-15 ദിവസങ്ങൾ മാത്രമേ ഇനി നീറ്റ് 2025 വേണ്ടിയിട്ട് ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്കിങ്ങനെ തോന്നാം, നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ തോന്നാം, എന്താണ് ബയോളജിയിൽ 360 മാർക്കിന് ചോദിക്കുന്നുണ്ട്. ഞാൻ ബയോളജിയിൽ നല്ല കോൺഫിഡൻസ് എനിക്കുണ്ട്, അതുകൊണ്ട് ബയോളജി മാത്രം ഞാൻ നോക്കിയാൽ മതിയോ, അതായത് കെമിസ്ട്രിയും ഫിസിക്സും നോക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടോ, എനിക്കൊരു മെഡിക്കൽ പ്രൊഫഷനിൽ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി ബയോളജി മാത്രം മതിയോ എന്നൊക്കെ നമ്മുടെ സംശയങ്ങൾ വരാം. പക്ഷെ അത് അങ്ങനല്ല. കാരണം ഈവൻ ഒരു മെഡിക്കൽ പ്രൊഫഷൻ ബാച്ചുലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി അതാണ് ഞാൻ പഠിക്കുന്നത്. പക്ഷേ ഓരോ സബ്ജക്റ്റിനും അതിൻ്റേതായ വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ ഒരു അഡ്മിഷന് ചെല്ലുമ്പോഴത്തേക്കും ഇപ്പം നെഗറ്റീവ് അപ്പോൾ ബയോളജിക്ക് നല്ല മാർക്കുണ്ട്, കെമിസ്ട്രിക്ക് അല്ലെങ്കിൽ ഫിസിക്സിൽ ഏതെങ്കിലും ഒന്നിന് നെഗറ്റീവ് മാർക്കാണ് കിടക്കുന്നത്, നമുക്ക് അതായത് സ്കോർ കാർഡ് വരുമ്പോൾ അത് നമ്മുടെ ബാഡായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ റാങ്കിങ്ങും വളരെ കുറവായിരിക്കും. ഇപ്പോൾ എല്ലാവരും നീറ്റ് എക്സാം എഴുതുമ്പോഴത്തേക്കും എയിംസ് ഡൽഹിയിലൊക്കെ കിട്ടാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു ആദ്യത്തെ ഒരു ഒരു 720 ആണ് അവിടുത്തെ ടാർഗറ്റ്. ഒരു 680 ഒക്കെ വന്നാലും ഏകദേശം ആ 20 എയിംസിൽ ഏതെങ്കിലും ഒരിടത്ത് കിട്ടാം. പക്ഷേ അക്കോർഡിംഗ് ടു BAMSന്റെ നോക്കുമ്പോഴത്തേക്കും ഒരു 400
300+ എങ്കിലും ഉണ്ടെങ്കിൽ ഒരു BAMS കോഴ്സിന് ഓൾ ഇന്ത്യ കോട്ടയിലോ അല്ലെങ്കിൽ കേരള കീം അനുസരിച്ചോ നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ അതിനും പിന്നെ റിസർവേഷനും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ബയോളജി മാത്രം പഠിച്ചിരുന്നാൽ മാത്രം കാര്യമില്ല. കാരണം 360 മാർക്ക് മാത്രമല്ല, മൊത്തത്തിൽ 720 മാർക്കിനാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ബയോളജിയിൽ 360 മാർക്കിൽ ഇപ്പോൾ 300+ ഉണ്ട്, കെമിസ്ട്രിക്കും ഫിസിക്സിനും കുറഞ്ഞു. അതൊരു ബാഡായിട്ട് ബാധിക്കും. കാരണം എന്തിനു വേണ്ടിയാണ് കെമിസ്ട്രിയും ഫിസിക്സും പഠിക്കുന്നത് എന്ന് വരെ തോന്നിപ്പോവും. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു ആപ്ലിക്കേഷൻ വരുന്നത് സെക്കൻഡ് ഇയറിലൊക്കെയാണ്. കാരണം സെക്കൻഡ് പ്രൊഫൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഫാർമക്കോളജി ഉണ്ട്. ഫാർമക്കോളജിയിൽ ദ ആക്ഷൻ ഓഫ് മെഡിസിൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദ ബോഡി. അപ്പോൾ അതൊക്കെ നമ്മൾ കെമിസ്ട്രി, അപ്പോൾ നമുക്ക് കെമിസ്ട്രി മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ നമ്മളൊരു കഷായമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും അത് എങ്ങനെ, ഏത് റൂട്ട് വഴി ഏത് സിസ്റ്റത്തിലേക്ക് എത്തുന്നു, അത് എങ്ങനെ ഡിസീസിനെ ക്യൂർ ചെയ്യുന്നു, ഇതൊക്കെ നമുക്ക് കെമിസ്ട്രി ഉണ്ടെങ്കിലേ നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഫിസിക്സിൻ്റെ ആപ്ലിക്കേഷൻ, ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരാൾ തലയിറങ്ങി വീഴുന്നു എന്ന് വയ്ക്കുക. ആ ഒരാൾ തലയിറങ്ങി വീഴുമ്പോഴത്തേക്കും സഡനായിട്ട് അയാളെ, അതായത് ഒരു ക്രൗഡിലാണെങ്കിൽ ക്രൗഡിൽ നിന്ന് മാറ്റി കിടത്തിയതിന് ശേഷം അത് കാലിങ്ങനെ പൊക്കി, നമ്മൾ ഇപ്പം നേരെ കിടക്കുന്ന ഒരു വ്യക്തിയുടെ കാലിങ്ങനെ പൊക്കി വയ്ക്കുക. പൊക്കി വയ്ക്കുന്നതെന്ന് വെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. സോ അത് ഗ്രാവിറ്റേഷനും ഒക്കെ അവിടെ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതൊരു ഫിസിക്സ് ആണ് അവിടെ ആപ്ലിക്കബിൾ ആവുന്നത്. സോ കെമിസ്ട്രിയും ഫിസിക്സും ഒഴിവാക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ വെയിറ്റേജ് കുറഞ്ഞു പോയാൽ റാങ്കിന് വളരെയധികം ബാഡായിരിക്കും. അപ്പോൾ നല്ലൊരു റാങ്കിങ്ങിലേക്ക് വരണമെങ്കിലോ ഒരു ഗവൺമെൻറ് കോളേജിലോ ഇൻ കേസ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലോ ഈവൻ മിനിമം മാർക്കാണെങ്കിൽ പോലും ഒരു പ്രൈവറ്റ് കോളേജിൽ പോലും അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. മാക്സിമം സ്കോർ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. സോ എക്സ്ക്യൂസുകൾ കഴിവതും ഒഴിവാക്കുക. ഈ ലാസ്റ്റ് മിനിറ്റിനോട് അടുക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ആണിത്. പക്ഷേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഇങ്ങനെയുള്ള എക്സ്ക്യൂസസ് ഇവിടെ നിർത്തുക, എന്നിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് പഠിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടും. കാരണം അത് എക്സ്പീരിയൻസ് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കാരണം ഇത് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്കത് പറ്റൂ. F=MC² എന്ന് പറയുമ്പോഴത്തേക്കും അത് പല രീതിയിലും ചോദിക്കാം. അപ്പോൾ F=MA അതും പല രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് ഒക്കെ അതിനകത്ത് ഇട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയേ പറ്റൂ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദർ ഇസ് നോ എക്സ്ക്യൂസ് ടു സ്കിപ്പ് എനി സബ്ജക്റ്റ്. നെക്സ്റ്റ് തിങ് ഇസ് ഷെഡ്യൂളിംഗ്. ബിക്കോസ് ലാസ്റ്റ് മിനിറ്റിലൊക്കെ, അതായത് ഷെഡ്യൂളിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത്, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ആഹാരം കഴിക്കുന്നു, ഇതൊന്നും ഷെഡ്യൂൾ ചെയ്തിട്ടല്ല. ബിക്കോസ് അത് നമ്മുടെ പാർട്ട് ഓഫ് അവർ ലൈഫാണ്. അതുകൊണ്ട് നമ്മളത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മളാരും സ്കിപ്പ് ചെയ്യുന്നില്ല. പക്ഷേ എക്സാമിൻ്റെ ടൈമിൽ നമ്മൾ പഠിക്കേണ്ട ഓരോ സബ്ജക്റ്റും ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം രാവിലെ എഴുന്നേറ്റ് ഒരു 3 മുതൽ 4 മണിക്കൂർ വരെ അതായത് ബയോളജി പഠിക്കുക, അതിനുശേഷം അതിൻ്റെ എക്സാം ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുക, പിന്നെ അഗെയിൻ 3 മുതൽ 4 മണിക്കൂർ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി പഠിക്കുക. ഫിസിക്സ് ആണ് ആദ്യം പഠിക്കണമെങ്കിൽ അത് പഠിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്യുക. പിന്നെ ഇതുപോലെ 3 മുതൽ 4 മണിക്കൂർ വരെ കെമിസ്ട്രി പഠിക്കുക, അതിനൊരു ടെസ്റ്റ് ചെയ്യുക. കാരണം ഇന്ന് വൈകിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അതിന് പോയേ പറ്റൂ എന്നൊക്കെ മനസ്സ് ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും. പക്ഷേ അത് നമ്മുടെ ഷെഡ്യൂളിൽ ഇല്ലാത്ത കാര്യമാണ്. കാരണം ഇങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് നമുക്ക് എക്സാമിൻ്റെ ടൈമിലുണ്ടാകും. പിന്നെ ആ സമയത്തായിരിക്കും പുതിയ സിനിമയൊക്കെ റിലീസ് ചെയ്യുന്നത്. മേ ബി ആ സിനിമയിലെ ഹീറോ എന്ന് പറയുന്നത് നമ്മുടെ ഫേവറേറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കതിനകത്ത് പോകാനൊക്കെ തോന്നും. പക്ഷേ അതൊന്നും ഈ എക്സാം പ്രിപ്പറേഷൻ്റെ ലാസ്റ്റ് ഒരു 3 to 4 months നമ്മൾ ഷെഡ്യൂൾഡ് ആയിരിക്കണം. അതുകൊണ്ട് ഈ ഡിസ്ട്രാക്ഷൻസിനെയൊക്കെ മാറ്റിവെച്ചേ പറ്റും. സോ ലാസ്റ്റ് തിങ് ഇസ് സ്റ്റഡി. സോ നമ്മൾ ലാസ്റ്റ് മിനിറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഡിസ്ട്രാക്ഷൻസിനെ എല്ലാം മാറ്റി വെച്ചിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റൂ. കാരണം ഇത് നിങ്ങളുടെ ഒരേ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ ഇതുപോലെ അതായത് ഹ്യൂജ് പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാലും നമുക്ക് ഈ പ്രൊഫഷൻ നിന്ന് മാറിപ്പോവേണ്ടതായിട്ട് വരും. സോ ഇതൊരു ഗോൾഡൻ ചാൻസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനു വേണ്ടി പഠിക്കുക. അതായത് റീഡിങ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂൾ. അല്ലെങ്കിൽ എന്താ പറയുന്നത്, റീഡിങ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേ a brain can do. So read every single point from NCERT test, then you can crack the NEET exam and will help you to get a good rank. And for all, if you like the video, like, share and subscribe my channel, and see you next time. Tata, bye bye.